ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ പൊന്നു ശങ്കരപിള്ളൈ, സ്പെഷ്യലിസ്റ്റ് ന്യൂറോളജിസ്റ്റാണ്, ആസ്റ്റർ ഹോസ്പിറ്റൽ, മങ്കൂൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ, സിംറ്റംസ്. ഇപ്പോൾ പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ട്രോക്കിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് തളർന്നു പോകുക, അല്ലെ പാരാലിസിസ് എന്ന് പറയും. അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണം. പിന്നെ ഒരു സൈഡ് മരവിക്കുക. അപ്പോൾ എപ്പോഴും ഓർക്കണം, ഇപ്പോൾ രണ്ട് സൈഡിൽ മരവിക്കുക, അല്ലെ രണ്ട് കാലിന് മരവിക്കുക, രണ്ട് സൈഡും ബലക്ഷയം വരിക, അതൊരു കോമൺ സിംറ്റം അല്ല സ്ട്രോക്കിന് സാധാരണ ഒരു സൈഡിലായിരിക്കും വരിക. എല്ലാ സിംറ്റംസും യൂഷ്വലി ഒരു സൈഡിലായിരിക്കും വരിക. പിന്നെ തലകറക്കം മാത്രമല്ല, തലകറക്കത്തിൻ്റെ കൂടെ നടക്കാനുള്ള ബുദ്ധിമുട്ട്, അതിന് അറ്റാക്സിയ അല്ലെങ്കിൽ ഇംബാലൻസ് എന്നാണ് പറയുന്നത്. നടക്കാനുള്ള ബുദ്ധിമുട്ട്, പെട്ടെന്ന് ഒരു സൈഡിലെ കാഴ്ച പോവുക, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഒന്നുകിൽ സംസാരിക്കാൻ തീരെ പറ്റാതെ വരിക, അല്ലെങ്കിൽ സംസാരം കുഴഞ്ഞു പോവുക, തിക്കുക, ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അപൂർവമായിട്ട് തല ചുറ്റലും രണ്ടായിട്ട് കാണുക, ഡിപ്ലോപ്പിയ, ഇതൊക്കെ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണ്. ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന മെമ്മറി ലോസ്, അത് നമ്മുടെ മെമ്മറിയുടെ ഏരിയയിൽ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു മെമ്മറിക്ക് പ്രശ്നമുള്ളതുപോലെയും വരാം. ഇത് കൂടാതെ തന്നെ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോവുക, പെട്ടെന്നുണ്ടാകുന്ന ഒരു കേൾവിക്കുറവ്, അക്യൂട്ട് ഹിയറിംഗ് ലോസ് എന്ന് പറയും. ഇതൊക്കെയും സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാവാം. പെട്ടെന്ന് മൂത്ര തടസ്സം വരിക, അല്ലെങ്കിൽ ഒരു ലെവലിന് താഴോട്ട് ഫുള്ള് മരവിച്ച് പോവുക, ഇതൊന്നും സ്ട്രോക്കിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷണങ്ങളല്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസോ ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണേണ്ടതാണ്.